ഡിയേഴ്സ്, വെൽക്കം ടു ആർക്കെ നെക്സ്റ്റ്. നമ്മുടെ ഹിന്ദി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ദോഹ. നമ്മുടെ കവിതയിലെ കവിതകൾക്കൊപ്പം തന്നെ ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ദോഹ. അല്ലാതെ എല്ലാ കവിതയിൽ നിന്നും വരുന്നതിലുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് ദോഹക്ക് മാത്രമായിട്ട്, ദോഹ നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഈ ദോഹ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കബീർദാസിനെ കുറിച്ച് പഠിക്കുക. കബീർദാസിന്റെ ദോഹകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം തന്നെ കബീർദാസിന്റെ ദോഹയാണ്. പ്രസ്തുത ദോഹ, അതുകൊണ്ട് തന്നെ ഏത് ദോഹ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പാരഗ്രാഫാണ് പ്രസ്തുത ദോഹ. ഹിന്ദി കെ പ്രശസ്ത ഭക്തികാലീन കവി കബീർദാസ് के है. भक्तिकाल के निर्गुण ज्ञानाश्रयी शाखा के प्रमुख कवि कबीरदास जी समाज सुधारक एवं एक ईश्वरवादी है. दोहे में कबीरदास कहते हैं. 5 ദോഹ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ഈ 5 ദോഹയിൽ ഏത് ദോഹ വന്നാലും നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് എഴുതിയിരിക്കണം. അത് നിർബന്ധമാണ്. കാരണം ആദ്യം നമുക്കൊരു കവി പരിചയം ഉണ്ട്, കവിയെ പരിചയപ്പെടുത്തണം. അപ്പൊ നമ്മൾ കവിയെ കുറിച്ച് ആദ്യം എഴുതുന്നു, എന്നിട്ടാണ് നമ്മൾ ആ ദോഹയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ദോഹ വന്നാലും നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ഇത് എഴുതാം. എന്നിട്ട് അതിനൊക്കെ മാർക്കും ഉണ്ട് കേട്ടോ. നമുക്ക് ഏതാണ് ദോഹ എന്ന് നോക്കാം. അതുകൊണ്ട് തന്നെയാണ് ദോഹയുടെ വരികൾ വെച്ച് തന്നെ പറയുന്നത്. ബുരാ ജോ ദേഖനെ മേ ചല, ബുരാൻ ന മിലിയ, ബുരാൻ ന മിലിയ കോയ്, ജോ ദിൽ ഖോജെ അപ്ന മുജ്സെ ബുരാൻ ന കോയ്. എന്താണ് ഫസ്റ്റ് ദോഹയിൽ പറയുന്നത്? ബുരാ ജോ ദേഖനെ മേ ചല, മോശപ്പെട്ടതിനെ തിരഞ്ഞ്. ബൂര എന്ന് പറഞ്ഞാൽ എന്താണ്? മോശപ്പെട്ട, ചീത്ത എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ ഇതിനെ തിരഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? മേച്ചല്ല, ഞാൻ നടന്നു, ഞാൻ കുറെ നടന്നു. ബുര ന മിലിയ കോയ്, പക്ഷെ എവിടെയും എന്ത് കിട്ടിയില്ല? മോശപ്പെട്ടതിനൊന്നും കണ്ടില്ല. ജോ ദിൽ ഖോജെ അപ്ന, ഞാൻ എൻ്റെ തന്നെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ മുജ്സ ബുര ന കോയ്, എന്നേക്കാൾ മോശപ്പെട്ടതായിട്ട് ആരുമില്ല. അല്ലെ, ഇന്ന് നമ്മളോട് ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആരും തന്നെ സമ്മതിച്ചു കൊടുക്കാത്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ കബീർദാസ് ജി എന്താ പറയുന്നത്? ഞാൻ മോശപ്പെട്ടെ. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് മാത്രം പറയുന്നവരാണല്ലേ. അപ്പൊ അദ്ദേഹം നമ്മളിലേക്കൊന്ന് നോക്കണം എന്നാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മൾ സ്വയം നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മളാണോ അവരാണോ ഏറ്റവും മോശപ്പെട്ടത് എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ആശയം എഴുതുക? കവി കഹത്തെ ഹേ. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പാരഗ്രാഫ് ഏത് ഒരു ദോഹ ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ട കാര്യമാണ്. ഇത് എഴുതി കഴിഞ്ഞിട്ടുള്ള ആശയം മാത്രമാണ് നമ്മളിപ്പോ പഠിക്കുന്നത് കേട്ടോ. കവി कहते हैं कि बुरे लोगों को ढूंढते ढूंढते वे चले लेकिन कोई बुरा आदमी नहीं मिला. അല്ലെ, മോശപ്പെട്ട ആളെ തിരഞ്ഞ് അദ്ദേഹം നടന്നു. कोई बुरा आदमी नहीं मिला, എവിടെയും മോശപ്പെട്ട ഒരാളെ അദ്ദേഹം കണ്ടില്ല. അന്തമേ ഉനോനെ അപ്പിനെ ദിൽമേ കോജ, അവസാനം അദ്ദേഹം തന്റെ ഹൃദയത്തിലേക്ക് തന്നെ തിരഞ്ഞു. തബ് സമജ് ലിയ, അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി കി അപ്പിനെ സമാൻ ബൂരാ ദൂസറ കോയി നഹി, തന്നോളം മോശപ്പെട്ട ഒരാൾ വേറെ ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. കവി ക മത്ലബ് യഹി ഹെ, അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതാണ്, അർത്ഥമാക്കുന്നത് ഇതാണ്. കി ദൂസറോ കെ ബുരായിയോ പർ ധ്യാൻ ദേനെ കെ പെഹലെ, മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് നോക്കുന്നതിന് മുൻപേ, അവരുടെ കുറവുകളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് മുന്നേ അപ്നെ ആപ്കോ സുധാർന ജറൂരി ഹെ, തന്നെ ഒന്ന് തിരുത്തുക എന്നത് നിർബന്ധമാണ്. മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നതിന്, കുറ്റം പറയുന്നതിന് മുന്നേ, അവരിലേക്ക് കുറ്റം ആരോപിക്കുന്നതിന് മുന്നേ താൻ എന്താണ് എന്നൊന്ന് നോക്കിയിട്ട് സ്വയം ഒന്ന് തിരുത്തുക. അടുത്തതായിട്ട് ലഘുദാ സെ പ്രഭുദാ മിലെ പ്രഭുദാ സെ പ്രഭുദൂരി, ചീന്തിയിലെ ശക്കർ ചലി ഹാത്തിക്ക് സിറുദൂരി. ലഘുദാസെ എന്ന് പറഞ്ഞാൽ എളിമ ഉള്ളിടത്താണ് എന്തുള്ളത്? പ്രഭുത. മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മളിൽ ആദ്യം ഉണ്ടാകേണ്ടത് എളിമയാണ്. പ്രഭുദാസെ പ്രഭുദൂരി. ഇനി നമ്മളിൽ ഒരു അഹംഭാവം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വലിയവനാണ് എന്ന് വിചാരിച്ച് നടന്നു കഴിയാൽ നമ്മളിൽ നിന്ന് ആര് ദൂരെ പോകും? പ്രഭു ദൂരി. പ്രഭു എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം. ദൈവം തന്നെ നമ്മളിൽ നിന്ന് ഇല്ലാതാകും. അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയാണേ, ചീന്തിയിലെ ശക്കർ ചലി. ചീന്തി എന്ന് പറഞ്ഞാൽ ആരോ? ഉറുമ്പാണ്. ഉറുമ്പ് വളരെ ചെറുതാണ്. ആ ചെറിയ ഉറുമ്പിന്റെ തലയില് എന്താണ് ഏറ്റി നടക്കുന്നത്? എന്താണ്? ശക്കർ, അല്ലെ, പഞ്ചസാരയാണ്. പക്ഷേ ഹാത്തിക്ക് സിറുദൂരി, പക്ഷേ വലിയ
ആ മൃഗമായ ആനയുടെ തലയിലേക്ക് എന്താണ് ആന കൊണ്ടിടുന്നത്? സ്വന്തം തലയിൽ മണ്ണാണ് വാരിയെറിയുന്നത്. അപ്പൊ വലുപ്പത്തിലൊന്നും ഒരു കാര്യമില്ല. നമ്മളിൽ എന്താ ഉണ്ടാകേണ്ടത്? നമ്മളിൽ എളിമയാണ് വേണ്ടത് എന്നാണ് കവി പറയുന്നത്. എന്നിട്ട് പറയുന്നു ഇസ് ദോഹെ മേ കബീർദാസ് കഹത്തെ ഹെ, ഈ ദോഹയിൽ കബീർദാസ് പറയുന്നു വിനയ് സെ ആദർ മിൽത്താ ഹെ, വിനയത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആദരവ് ലഭിക്കുകയുള്ളൂ. അഹങ്കാർ സെ ഈശ്വർ ദൂർ ഹോ ജാത്തെ ഹെ, അഹങ്കാരം നടിച്ചു നടന്നാൽ ഈശ്വരൻ എന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് ദൂരെ പോകും. ചീൻറ്റി ഓർ ഹാത്തി കോ ദേക്കോ, എന്നിട്ട് അതിന് ഉദാഹരണമായിട്ട് പറയാണ് ചീൻറ്റി, ഉറുമ്പിനെയും ആനയെയും നോക്കൂ. ചീൻറ്റി ചോട്ടി ഹെ വിനയ് കെ സാത്ത് ചൽത്താ ഹെ, അല്ലെ? ഉറുമ്പ് എന്താണ്? ചെറുതാണ്, പക്ഷെ ഭയങ്കര വിനയത്തോടു കൂടിയാണ് അത് നടക്കുന്നത്. ഇസ്ലിയെ ശക്കർ ലേക്കർ ചൽത്തി ഹെ, അതുകൊണ്ട് തന്നെ എന്താകുന്നു? തലയില് ശർക്കരയും കൊണ്ട് നടക്കുന്നു. ഹാത്തി ബഡാ ഹെ, എന്താണ്? ഹാത്തി ബഡാ ഹെ, ആന എന്താണ്? വലുതാണ്. അഹങ്കാർ കെ സാത്ത് ചൽത്താ ഹെ, പക്ഷെ അഹങ്കാരത്തോടു കൂടി നടക്കുന്നു. ഇസ്ലിയെ ഉസ്കെ സിർ പർ ദുലി രഹത്തി ഹെ, അതുകൊണ്ട് തന്നെ അതിന്റെ തലയിൽ എന്താണുള്ളത്? മണ്ണേ ഉള്ളൂ. അതൊരു ഉദാഹരണമായിട്ട് പ്രകൃതിയിലുള്ള ഒരു ഉദാഹരണത്തെ എടുത്ത് കാണിച്ചതാണ്. പക്ഷെ നമ്മുടെ ആശയത്തിൽ പറയുന്നത് ഇത്രയാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആശയത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? നമ്മളിൽ ഉണ്ടാകേണ്ടത് എളിമയാണ്. എളിമയുള്ളിടത്ത് എന്തുണ്ട്? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ വളരും, വലിയ ആളാകും. അടുത്ത ദോഹ നോക്കൂ. കാമി ക്രോധി ലാലച്ചി ഇത്തിനെ ഭക്തി ന ഹോയ്, ഭക്തി കരെ കോയി സൂർമ, ജാതി ഭരന് ഖുൽ ഖോയ്. ഇനി പ്രത്യേകം പറയാണ് കാമി ക്രോധി ലാലച്ചി, അല്ലെ? എന്തില്ലാത്ത ക്രോധം വരുന്ന, അത്യാഗ്രഹമുള്ള ഒരാളിൽ എന്തുണ്ടാവില്ല? ഭക്തി ന ഹോയ്, അയാൾക്ക് ഭക്തി ഉണ്ടാവില്ല. അയാൾ ഏത് കുലത്തിൽ ജനിച്ചാലും അയാളിൽ എന്തുണ്ടാവില്ല? കാമം, ക്രോധം, ലാലച്ച്, അത്യാഗ്രഹം ഇതൊന്നും ഉള്ളവന് എന്തില്ല? അവന് ഭക്തി ഇല്ല. ഭക്തി കോയി സൂർമ, ഇനി ഭക്തി, അല്ലെ? നല്ല വിശ്വാസമുള്ളവൻ, അവൻ ഏത് ജാതിയിലുള്ളതാണെങ്കിലും അവന്റെ കുലമൊന്നും എന്തല്ല? ഭക്തിക്കൊരു പ്രശ്നമല്ല. कबीर दास कहते हैं कि कामी क्रोधी और लालची लोगों से में मित्रता नहीं होना चाहिए। यदि हम दूसरों से मित्रता रखना चाहे तो उनके कुल बाग तक नहीं यह स्वभाव को देखना है. അപ്പൊ ഈ ഒരു ദോഹയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സ്വഭാവത്തിനാണ്. അപ്പൊ നമ്മൾ ഏത് വലിയ ഒരാളാണെങ്കിലും അയാളുടെ സ്വഭാവം എന്താണ്? ക്രോധവും അത്യാഗ്രഹവും ഒക്കെ ആണെങ്കിൽ അയാളിൽ എന്തുണ്ടാവില്ല? അയാളിൽ ഒരു കാര്യമില്ല. മറിച്ച് നല്ല ഒരു വ്യക്തി, നല്ലൊരു സുഹൃത്താണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അയാളുടെ കുലം എന്നതൊരു പ്രശ്നമല്ല. ആ ആള് മാത്രം നന്നായാൽ മതി, ക്യാരക്ടർ നന്നായാൽ മതി. സായി ഇത്നാ ദീജിയെ ജാമേ കുടുംബ സമായി, മേ ബി ഭൂക്ക നാ രഹൂ സാധു ന ഭൂക്ക ജായ് എന്ന് പറയുന്ന ദോഹയാണ്. എന്താ പറയുന്നത്? ഇവിടെ കബീർ ദാസ് ജി പറയാണേ, സായി ഇത്നാ ദീജിയെ, ദൈവമേ നീ ഇത്ര തന്നാലും, ജാമേ കുടുംബ സമായി, കുടുംബത്തിന് കഴിയാനുള്ളത്, മേ ബി ഭൂക്ക നാ രഹൂ, ഞാനും വിശന്നിരിക്കരുത്, സാധു ന ഭൂക്ക ജായ്, ഇനിയോ ഒരു സാധു വന്നാൽ, ഒരു സന്യാസി വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സാധു വന്ന് ഭക്ഷണം ആവശ്യപ്പെട്ടാൽ അവരെയും വിശന്ന് പറഞ്ഞയക്കരുത്. അങ്ങനെ അത്രയും നീ എനിക്ക് തന്നാലും, അല്ലെ? കബീർ ദാസ് कहते हैं ഭഗവാൻ മുझे इतना ही धन दीजिए, അല്ലെ? എനിക്ക് ഇത്രയും നൽകൂ, ജിസെ അപ്ന കുടുംബ സമ, അതിൽ എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാനുള്ളത്, കുടുംബ സമാസക്കും മുझे അധിക ധനിക്ക് ആവശ്യകത നഹി, എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? എനിക്ക് ധാരാളം പണത്തിന്റെ ആവശ്യമില്ല. ഇസ്സേ ഭി സന്തുഷ്ട ഹോ ജാഊം ഓർ ആപ് ഭി ജീവൻ കി ശക്തി സാദഗി മേ ഹെ. അപ്പൊ എനിക്ക് ധാരാളം പണം വേണ്ട, അതിൽ തന്നെ ഞാൻ എന്താണ്? സന്തുഷ്ടനാണ്. ഓർ ആപ് ബി, നമ്മളും അങ്ങനെ ആയിരിക്കണം. ജീവൻ കി ശക്തി സാദഗി മേ ഹെ, ജീവിതത്തിന്റെ ശക്തി അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് സാദഗി. സാദഗി എന്ന വാക്കിന്റെ അർത്ഥം എളിമ എന്നാണ് കേട്ടോ. അപ്പൊ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എളിമയിലാണ് എന്നാണ്. ഇനി അടുത്ത ദോഹ നോക്കാം. ദുഃഖമേ സുമിരന് സബ് കരേ, സുഖമേ കരെ ന കോയ്. എന്താ പറയുന്നത്? ദുഃഖത്തിൽ എല്ലാവരും ഓർക്കും. ആരെയാണ് ഓർക്കുക? സ്വാഭാവികമായിട്ടും ദൈവത്തെ ഓർക്കും, അല്ലെ? സുഖമേ കരെ ന കോയ്,
എന്നാൽ സുഖത്തിൽ ആരും തന്നെ ഓർക്കില്ല. ജോ സുഖമേ സുമിരന് കരെ. അപ്പൊ കബീർദാസ് പറയാണ് സുഖത്തിലും ഒരാള് ദൈവത്തെ ഓർക്കുകയാണെങ്കിൽ തോ ദുഃഖ് കാഹേ ഹോയ്, അയാൾക്ക് എവിടുന്നാണ് ദുഃഖം വരിക? എപ്പോഴും അല്ലെ ദൈവത്തെ ഓർക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ദുഃഖം ഉണ്ടാവില്ല. കാരണം അയാളുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടാകും, അയാൾക്കൊരു വിശ്വാസമുണ്ട് എന്ത് വന്നാലും എനിക്ക് നേരിടാൻ പറ്റുമെന്ന്. അല്ലെ, ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കുമ്പോൾ അവിടെ എന്താണ്, മറ്റൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തകർന്നു പോകും, അടുത്തൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. പക്ഷെ നമ്മൾ സുഖത്തിലും ദൈവത്തെ എപ്പോഴും വിളിക്കുന്ന ഒരാൾക്ക് എവിടെയാണ് ദുഃഖം എന്നാണ് കവി ചോദിക്കുന്നത്. കബീർദാസ് कहते हैं ദുഃഖ കെ അവസർ സബ് ഈശ്വർ കാ സ്മരൺ കർത്തേ ഹെ. ദുഃഖം വരുമ്പോൾ എല്ലാവരും ഈശ്വരനെ സ്മരിക്കും. സുഖമേ കൊയ് ബി ഈശ്വർ കാ സ്മരൺ നഹി കർത്ത. സുഖത്തിൽ അല്ലെ നല്ലൊരു സമയത്ത് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ആരും തന്നെ ദൈവത്തെ സ്മരിക്കുന്നില്ല. ജോ സുഖമേ ബി ഈശ്വർ കാ സ്മരൺ കർത്തേ ഹെ. ഇനി നല്ല കാലത്തും സുഖത്തിലും സ്മരിക്കുന്ന ഒരാൾക്ക് ഉസേ ദുഃഖ് നഹി ഹോത്ത, അയാൾക്ക് എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അയാളിൽ നിരാശ ഉണ്ടാകില്ല, അയാളിൽ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെ പോസിറ്റീവ് എനർജി കുറച്ചുകൂടി കൂടുതലായിരിക്കും. എനിക്ക് എല്ലാത്തിനെയും തരണം ചെയ്യാൻ പറ്റും, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം മാറും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അയാളിൽ കൂടുതലായിരിക്കും. അതാണ് ഈ ദോഹയിലൂടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ 5 ദോഹയും നമ്മൾ പറഞ്ഞു, അതിന്റെ അർത്ഥവും പറഞ്ഞു, അതിന്റെ ആശയവും നമ്മൾ പറഞ്ഞു. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ കബീർദാസിനെ കുറിച്ച് പഠിക്കുക, ദോഹയുടെ ആശയം പഠിക്കുക. ദോഹയുടെ ആശയത്തിന് അധികം എഫേർട്ട് ഒന്നും എടുക്കാനില്ല, കാരണം ദോഹയുടെ വരികൾ ഉണ്ടാകും, ആ വരികളെ തന്നെ ഒന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് തെറ്റില്ലാതെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ദോഹ മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ ഉള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ അവർക്കും എളുപ്പത്തിൽ പഠിച്ച് പരീക്ഷയിൽ മാർക്ക് നേടാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഓക്കെ, ബൈ.